മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. കഥ തുടരുകയാണ്. ആ സമയമാണ് ഷൂട്ടിങ്ങിനിടയിൽ ബ്രേക്ക് സംഭവിക്കുന്നത്. ആ കാർഡ് മനുദേവന്റെ അല്ലേ സാർ എന്ന് കേട്ടു നിന്നുകൊണ്ടിരുന്ന ഷൂട്ടിംഗ് സൈറ്റിൽ ഉണ്ടായിരുന്നവർ ഉദയഭാനുവിനോട് ചോദിച്ചു. അതൊരു റാൻഡം കാർഡായിരിക്കും എന്നായിരുന്നു വേറൊരുത്തന്റെ മറുപടി. ഉദയഭാനു പറഞ്ഞു, അതങ്ങനെ ഒരു റാൻഡം കാർഡൊന്നുമല്ല. പ്രതിയായിട്ടുള്ളവർ നമ്മളെ ചുറ്റിക്കാൻ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. നമ്മളെ ഇങ്ങനെയിട്ട് കറക്കുമ്പോ അവർക്കൊക്കെ അതൊരു ത്രില്ലാണ്. വീണ്ടും ഷൂട്ട് തുടങ്ങാൻ പോവുകയായിരുന്നു. പ്രൊഡ്യൂസറെ വിളിച്ച് ഉദയഭാനു ഒരു കാര്യം കൂടി ചോദിച്ചു. താൻ പറയുന്ന ഒരു പ്രത്യേക ദിവസം ഈ എപ്പിസോഡ് എയർ ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു ആ ചോദ്യം. ശ്രമിക്കാമെന്നാണ് ആദ്യം പറഞ്ഞതെങ്കിലും ഉദയഭാനു ഒന്ന് കടുപ്പിച്ചു ചോദിച്ചപ്പോ അവരതിന് ഓക്കെ പറഞ്ഞു. ഉദയഭാനു കഥ തുടർന്ന് പറയാൻ തുടങ്ങി. ഉദയഭാനുവിന്റെ തന്നെ നിർദ്ദേശപ്രകാരം മനുദേവിൽ അതിൽ പങ്കുണ്ട് എന്ന് സംശയിച്ച് ASI വേണു മനുദേവിനെ ശക്തമായി കൈകാര്യം ചെയ്തിരുന്നു. വിവരമറിഞ്ഞ് കാർത്തിക് സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തി. ASI വേണുവിനെ തടഞ്ഞു. താനാണിപ്പോ സ്റ്റേഷൻ SHO എന്നും കൂടുതൽ കളിക്കരുത് എന്നും വേണുവിനെ വാൺ ചെയ്തു. വിവാദമായ കൊലപാതകം നടന്ന ഒരു വീട്ടിൽ പോയി അവിടുത്തെ ബൈക്കും കത്തിച്ച് തന്റെ തന്നെ കല്യാണക്കുറിയില് ഒരു പടവും വരച്ചു പോരാൻ ആരും അത്ര പൊട്ടന്മാരായിരിക്കില്ലടോ, തനിക്ക് ബോധമില്ലേ എന്ന് ചോദിച്ച് കാർത്തിക് വേണുവിന് മേൽ തട്ടിക്കയറി. ആരേലും അവനെ കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ പ്രവർത്തിക്കുന്നതായിരിക്കും എന്നും കാർത്തിക് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും സംശയമുണ്ടോ എന്ന് കാർത്തിക് മനുവിനോട് ചോദിച്ചു. സംശയമുണ്ടെന്നും തന്റെ പഴയ കോമ്പറ്റീറ്ററും തനിക്കെതിരെ പണ്ട് കംപ്ലൈന്റ് കൊടുത്തവനുമായ വിനായകനെയാണ് സംശയം എന്നുമായിരുന്നു മനുദേവ് പറഞ്ഞത്. കാർത്തിക് അതിൽ പിടിച്ച് അന്വേഷണം തുടങ്ങി. വിനായകന്റെ ഓഫീസ് ഉള്ളയിടത്തേക്ക് അന്വേഷിച്ചെത്തി. പക്ഷേ വിനായകൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. വിനായകൻ കുറച്ചു ദിവസമായി ഷോപ്പ് തുറന്നിട്ട് ആളെ കണ്ടിട്ടെന്ന് ഷോപ്പ് ഓണർ പറഞ്ഞു. എഗ്രിമെന്റിൽ നിന്ന് വിനായകന്റെ അഡ്രസ്സും ഫോൺ നമ്പറും കാർത്തികിന് ലഭിച്ചു. വിനായകന്റെ വീട് ഇടുക്കിയിലെ പട്ടാടിയിലായിരുന്നു. കടയുടമയെ കൊണ്ട് തന്നെ വിനായകനെ ഫോൺ ചെയ്യിക്കാൻ കാർത്തിക് ശ്രമിച്ചെങ്കിലും കോള് കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല. പട്ടാടിയിലാണ് വീടെന്ന് കേട്ടതും കാർത്തികിന്റെ കൂടെ ഉണ്ടായിരുന്ന CPO തന്റെ ബാച്ച്മേറ്റായ ബെന്നി അവിടെ ഉണ്ടാകുമെന്നും ബെന്നിയോട് തിരക്കിയ കാര്യം കിട്ടും, ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് കാർത്തികിനോട് ചോദിച്ചു. വിളിക്കാനായിരുന്നു കാർത്തിക് പറഞ്ഞത്. അന്ന് രാത്രിയിൽ കാർത്തികിന് CPO ഹാരിസിന്റെ കോള് വന്നു. ബെന്നി കോൺഫറൻസ് കോളിലുണ്ടെന്നും വിനായകനെ പറ്റി വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും ഹാരിസ് പറഞ്ഞു. വിനായകന്റെ ഭാര്യ വീടിനടുത്തുള്ള ആശുപത്രിയിൽ വിനായകൻ അഡ്മിറ്റാണ് എന്ന് ബെന്നി കാർത്തികിനോട് പറയുകയാണ്. അങ്ങനെ പെരിങ്ങലം എന്ന് പേരുള്ള ഇടത്തേക്ക് കാർത്തികും ഹാരിസും കൂടി തിരിച്ചു. ബെന്നി ആ സമയം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് തേനിയിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് വരാൻ സാധിക്കുമായിരുന്നില്ല. അവിടെ എത്തി കാർത്തികും ഹാരിസും വിനായകനെ കണ്ട് സംസാരിച്ചു. വിനായകന്റെ സംസാരത്തിൽ നിന്ന് തന്നെ വിനായകൻ ഒരു നിരപരാധിയാണ് എന്ന് കാർത്തികിന് ബോധ്യപ്പെട്ടിരുന്നു. മനു കാർത്തിക് വിചാരിച്ച പോലൊരാളല്ലെന്നും വൈരാഗ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാണെന്നും വിനായകനിൽ നിന്ന് തന്നെയാണ് കാർത്തിക് മനസ്സിലാക്കുന്നതും. കഴിഞ്ഞ 5-6 ദിവസമായി പരിക്കേറ്റ് വിനായകൻ അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. വിനായകൻ ഒരിക്കലും ജയശങ്കറിന്റെ വീട്ടിൽ പോയി ബൈക്ക് കത്തിക്കുകയും കല്യാണക്കുറി വെച്ചിട്ട് പോരുകയും ചെയ്യില്ല എന്ന് കാർത്തിക് ഉറപ്പിച്ചു. പോരാത്തതിന് കാർത്തിക് അവിടെ നിന്ന് മനുവിനെ ഫോൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മനു നാടുവിട്ടുപോയി എന്നായിരുന്നു കാർത്തിക് അറിഞ്ഞത്. നമുക്ക് തെറ്റുപറ്റിപ്പോയല്ലോ എന്ന് ദേഷ്യത്തോടെ ഹാരിസിനോട് പറഞ്ഞ് കാർത്തിക് മുന്നോട്ട് നടന്നു. അപ്പോഴാണ് അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് കൂടെ വന്നിരുന്ന ഒരു CPO കാർത്തികിനോട് സംസാരിക്കുന്നത്. സാർ അന്വേഷിക്കുന്നത് CI ജയശങ്കർ സാറിന്റെ കേസാണോ? ബെന്നി അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാറ് പട്ടാടി സ്റ്റേഷനിലുണ്ടായിരുന്നപ്പോ ഒരു ഗുണ്ട സാറിനെ വെട്ടാൻ ശ്രമിച്ചിരുന്നു. ആ കേസിന്റെ കാര്യം സാർ മുമ്പേ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? കാർത്തിക് ആ കേസിനെ പറ്റി കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ജയശങ്കറെ വെട്ടാൻ ശ്രമിച്ച ഗുണ്ടയുടെ പേര് സിൻഡോ ആണെന്നുകൂടി ആ CPO പറഞ്ഞതോടെ കാർത്തികിൽ ഒരു ഞെട്ടലുണ്ടായി. പട്ടാടി സ്റ്റേഷനിൽ പോയി ആ കേസ് വിവരങ്ങൾ കാർത്തിക് എടുക്കുകയാണ്. സിൻഡോയുടെ ഫോട്ടോ അടക്കം കാർത്തികിന് അവിടെ നിന്ന് ലഭിച്ചു. അന്ന് ആ കേസിന്റെ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മറ്റ് 4 പേരെയും വേറൊരു പയ്യനും പെണ്ണും കൂടി അന്നാ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും അവിടുത്തെ SI കാർത്തികിനോട് പറഞ്ഞു. അതിൽ ആ പയ്യനെയും പെണ്ണിനെയും കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നുവെന്നും മുംബൈ സ്റ്റേഷനിലെ ASI ആയിരുന്ന ശിവദാസന്റെ മകനായിരുന്നു ആ പയ്യനെന്നും SI പറയുന്നുണ്ട്. കേസിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ശിവദാസന്റെ അടുത്ത് പോയി അന്വേഷിച്ചാൽ അറിയാൻ പറ്റും എന്നും SI പറഞ്ഞതോടെ കാർത്തികും ഹാരിസും കൂടി ശിവദാസനെ കാണാൻ ചെന്നു. ശിവദാസ് സിൻഡോയുടെ ഫോട്ടോ കണ്ട് സിൻഡോ അതാണെന്ന് ഉറപ്പിച്ച ശേഷം കാർത്തികിനോടായി പറഞ്ഞു, എന്റെ മോനും ഇവരുടെ കൂട്ടത്തിലായിരുന്നു സാറേ. ഇവരെയും അവന്റെ പിടിപിടിപ്പിച്ചപ്പോഴാ അവൻ രക്ഷപ്പെട്ടത്. ഇപ്പൊ അവൻ അയർലൻഡിലാ ഉള്ളെ. അരുൺ ശിവദാസ് എന്ന മോന്റെ പേര്. എന്തായിരുന്നു അന്നത്തെ സംഭവം? കാർത്തിക് ചോദിച്ചു. ശിവദാസൻ പറഞ്ഞു, അത് വേറൊന്നുമില്ല സാറേ, ഇവിടെ അടുത്ത് ചെറിയൊരു ചോലയുണ്ട്. ചെറിയൊരു ടൂറിസ്റ്റ് സ്ഥലമൊക്കെ പോലെയാ. ഈ സിൻഡോയും പുള്ളേരും കൂടി ഒരു പെണ്ണിനെയും കൊണ്ട് അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോ അത് കണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാര് അവരോട് എന്തോ വേണ്ടാത്തത് പറഞ്ഞു. 6-7 പേർക്ക് ഒരുത്തി മതിയോടാ എന്നോ മറ്റായിരുന്നു അവര് ചോദിച്ചത്. അതിന്റെ പേരില് സിൻഡോ ആദ്യം കയറിയ പോലീസുകാരെ അങ്ങ് അടിച്ചു. പോലീസുകാരാന്ന് ചിന്തിക്കാനുള്ള ബോധമൊന്നുമില്ലോ സാറേ. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് കാര്യം പോയത് എങ്ങനെയാന്ന് വെച്ചാൽ അന്ന് പട്രോളിൽ പോവുകയായിരുന്ന CI ജയശങ്കറും സംഘവും വഴിയരികില് പോലീസ് ബൈക്ക് കിടക്കുന്ന കണ്ട് കാടിനുള്ളിലേക്ക് കയറി ചെന്നു. അപ്പോ അവിടെ സിൻഡോയും കൂട്ടവും ആ 2 പോലീസുകാരെയും കെട്ടിയിട്ട് തല്ലുമായിരുന്നു. ജയശങ്കർ സാറും ബാക്കിയുള്ളവരും ചേർന്ന് എല്ലാരെയും പിടിച്ചു. സിൻഡോ ദേഷ്യത്തിൽ വടിവാളെടുത്ത് ജയശങ്കർ സാറിനെ വെട്ടാൻ ശ്രമിച്ചു.
ജയശങ്കർ സാറ് അവനെ കീഴ്പ്പെടുത്തി. അത് കേസായി. എന്റെ മോനും ആ പെങ്കൊച്ചും പെട്ടിരുന്നു. ഞാനും മറ്റു പോലീസുകാരും കൂടി കാല് പിടിച്ച പിന്നെ ജയശങ്കർ സാറ് മോനെയും ആ പെണ്ണിനെയും വെറുതെ വിട്ടത്. പിന്നെ ഞാൻ എന്റെ മോനെ നേരെ ബംഗളൂരിലേക്ക് വിട്ടു. അവിടുന്ന് പഠിച്ച അവനിപ്പോ അയർലൻഡിൽ പോയെ. സിൻഡോ പിന്നെ ഇവിടെ കുടിച്ചുകൊണ്ടുവന്ന് കുറെ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന് വേണ്ടി അവൻ അടിയുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് കേസായം കൊണ്ട് അവന് ജോലിക്ക് ഗൾഫിൽ പോകാൻ പറ്റിയില്ലത്രേ. അവനിങ്ങനെ ഓരോന്ന് പറയുമ്പോ ഞാനൊക്കെ ഒരു താളത്തിലങ്ങ് കേട്ടുകൊണ്ടിരിക്കും. ഈ സിൻഡോയുടെ വീട് എവിടാന്നറിയോ? അറിയില്ല സാറേ എന്നായിരുന്നു ശിവദാസന്റെ മറുപടി. കാർത്തിക് അന്വേഷണവുമായി മുമ്പോട്ട് പോകുമ്പോ മറുവശത്ത് ജയശങ്കർ തന്റെ രീതിയിൽ അന്വേഷണം തുടങ്ങിയിരുന്നു. താൻ ഇറങ്ങിയില്ലെങ്കിൽ കേസ് തെളിയിക്കപ്പെടില്ല എന്നൊരു തോന്നൽ ജയശങ്കറിനുണ്ടായിരുന്നു. ജയശങ്കറിന്റെ ജാമ്യം തീരാനും കുറച്ചു ദിവസങ്ങളെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ASI വേണുവും ജയശങ്കറിനെ സഹായിക്കാനുണ്ടായിരുന്നു. ആദ്യഘട്ട അന്വേഷണത്തിൽ പണി പുറത്തുനിന്നല്ല അകത്തുനിന്നാണെങ്കിലോ എന്ന മറ്റൊരു ചോദ്യം ASI വേണുവിൽ നിന്ന് വന്നു. ഉത്സവത്തിന്റെ അന്ന് ആരെങ്കിലും വന്നിരുന്നോ എന്നൊരു ചോദ്യത്തിന് ജയശങ്കർ ആലോചിച്ചപ്പോ പ്ലംബർ അവിടെ വന്ന കാര്യവും അതിനെപ്പറ്റി പിറ്റേന്ന് രാവിലെ കണ്ടപ്പോ പറഞ്ഞ കാര്യവും ജയശങ്കർ ഓർത്തു. വീട് പൂട്ടി താക്കോല് വെച്ചിട്ട് പോയതുപോലും പ്ലംബർ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പ്ലംബർ സജീവനെ ഒന്ന് ചോദ്യം ചെയ്തു നോക്കാൻ ജയശങ്കറും വേണുവും തീരുമാനിക്കുന്നു. പക്ഷേ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി സ്ഥലത്ത് സജീവനെ കാണുവാൻ അവരെത്തുമ്പോഴേക്കും അവരെ കണ്ട സജീവൻ പേടിച്ചിറങ്ങി അവർക്ക് പിടികൊടുക്കാതെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതേ സമയം മറുവശത്ത് കാർത്തികിനൊരു അപ്ഡേറ്റ് ലഭിച്ചു. രമ്യയും മകളും വൈകിട്ട് ജയശങ്കറിന്റെ വീട്ടിലേക്ക് പോയ ഓട്ടോയുടെ നമ്പർ ലഭിച്ചിട്ടുണ്ട് എന്നായിരുന്നു അത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് അത് ലഭിക്കുകയായിരുന്നു. വൈകാതെ ആ ഓട്ടോയുടെ നമ്പർ ട്രേസ് ചെയ്ത് ആ വീട്ടിലേക്ക് കാർത്തികും സംഘവും എത്തിച്ചേർന്നു. എത്തുമ്പോഴാകട്ടെ അത് CPO രഘുവിന്റെ വീടാണ്. ASI വർഗീസും അവിടെ ഉണ്ടായിരുന്നു. ഗുരുവായൂർ പോവാനാണ് എന്ന് പറഞ്ഞ് ലീവ് എടുത്തിരുന്ന രഘുവിനെ അവിടെ കണ്ട് കാർത്തിക് ചെറുതായൊന്ന് സംശയിക്കുന്നുണ്ട്. പിന്നാലെ ഓട്ടോയുടെ കാര്യം രഘുവിനോട് കാർത്തിക് ചോദിച്ചു. പുറകിൽ ഓട്ടോ ഉണ്ട് എന്ന് രഘു പറഞ്ഞപ്പോ കാർത്തികൻ സംഘവും പുറകിലെത്തി ഓട്ടോ നോക്കി. പഴയൊരു ഓട്ടോ ഏറെ പൊടി പിടിച്ച് മുഷിന് കിടക്കുകയായിരുന്നു. ഓടുന്ന കണ്ടീഷനിൽ പോലുമല്ല. അച്ഛന്റെ ഓട്ടോ ആണെന്നും അച്ഛന്റെ മരണശേഷം ആരും ഉപയോഗിക്കാറില്ലെന്നും രഘു പറഞ്ഞു. ഒരു ദിവസത്തേക്ക് സിൻഡോക്ക് വാടക കൊടുത്തല്ലേ എന്ന കാർത്തികിന്റെ ചോദ്യത്തിന് സിൻഡോയോ എന്നൊരു ചോദ്യമായിരുന്നു അയാൾ തിരികെ ചോദിച്ചത്. പിന്നാലെ വീടും ചുറ്റുപാടും പരിശോധിക്കുമ്പോ അവിടെ ഇരുന്ന് ചെറിയൊരു ഡ്രമ്മിൽ ചോരക്കറകൾ കാർത്തിക് നോക്കിക്കണ്ടു. എന്താ ഇതെന്ന് കാർത്തിക് ഞെട്ടലോട് ചോദിച്ചു. ചേട്ടന് ജംഗ്ഷനിൽ കോഴിക്കടയുണ്ടെന്നായിരുന്നു രഘു അതിന് മറുപടി പറഞ്ഞത്. മൊത്തത്തില് തെളിവുകളൊക്കെ തിരിയുന്ന പോലെ രഘുവിനെതിരാകുന്ന പോലെ തോന്നിയതുകൊണ്ട് വീട് ചെക്ക് ചെയ്യാൻ കാർത്തിക് പറഞ്ഞു. രഘു അതിനെ എതിർത്തെങ്കിലും കോൺസ്റ്റബിൾ ചെക്ക് ചെയ്തു. സംശയാസ്പദമായി ഒന്നും ഉണ്ടായിരുന്നില്ല. രമ്യ മരിച്ച ദിവസം രഘു എവിടെയായിരുന്നു എന്ന് കാർത്തിക് തിരക്കി. മട്ടന്നൂരായിരുന്നു എന്നായിരുന്നു രഘുവിന്റെ മറുപടി. എന്താ ഓർത്തുവെക്കാൻ? രമ്യ തന്റെ ബന്ധുവൊന്നുമല്ലല്ലോ എന്ന് കാർത്തിക് ചോദിച്ചപ്പോ CI സാറിനെ ഒഴിവാക്കി വേറെ പോലീസുകാരനെ കൊടുക്കാൻ മോളിന്നുള്ള ഉത്തരവായിരിക്കുമല്ലേ സാറേ എന്ന് മട്ടി രഘു ക്ഷോഭിക്കുന്നുണ്ട്. കാർത്തിക് തിരികെ രഘുവിനോട് ക്ഷോഭിച്ചു. രഘുവിനെ വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി രഘുവിനെ ചോദ്യം ചെയ്തു. പക്ഷേ രഘു ഒരു ബന്ധവുമില്ലെന്ന് പറയുമായിരുന്നു. ഒന്നുകിൽ രഘു കള്ളം പറയുവാണ്, അല്ലെങ്കിൽ രഘു ആരെയോ പേടിക്കുന്നുണ്ട്. എന്തായാലും അയാൾ അന്നു മുതൽ കളിമാറ്റി കളിച്ചു തുടങ്ങി. രമ്യയുടെ കാണാതായ മകളെ ഓട്ടോയിൽ കൊണ്ടുവന്ന് ആരോ ഒരാൾ അവരുടെ വീടിന് മുമ്പിൽ ഇറക്കി വിട്ടു. അടുത്ത ദിവസം തന്നെ വാർത്ത കാർത്തികിന്റെ അടുത്തെത്തി. കാർത്തിക് നേരെ അയൽക്കാരിയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ആയിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. കുട്ടിയെ ചോദ്യം ചെയ്തപ്പോ ജയശങ്കറുടെ വീട്ടിലേക്ക് രമ്യയെയും മകളെയും ഓട്ടോയിൽ കൊണ്ടുപോയതും പിന്നീട് രമ്യയുടെ മകളെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ടതും നിലവിൽ തിരിച്ചു കൊണ്ടുവിട്ടതുമെല്ലാം സിൻഡോവാണെന്ന് കാർത്തിക് മനസ്സിലാക്കി. വൈകാതെയായിരുന്നു CPO ബെന്നിയുടെ ഫോൺ കോൾ കാർത്തികിന് എത്തുന്നത്. സിൻഡോയുടെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം ബെന്നി കാർത്തികിനെ അറിയിച്ചു. കഴിഞ്ഞ 20 ദിവസമായി സിൻഡോ അവിടെ ഉണ്ടായിരുന്നു എന്നും ബെന്നി വ്യക്തമാക്കി. അങ്ങനെ രാത്രിയോടെ പോലീസ് സംഘത്തിനൊപ്പം സിൻഡോ താമസിച്ചിരുന്ന ഇടത്തേക്ക് കാർത്തികും സംഘവും വന്നെത്തുകയാണ്. അവിടെ ആ സമയം ഒരു വൃദ്ധൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വൃദ്ധനിൽ നിന്നും അവരെത്തുന്നതിന് മുമ്പേ രണ്ടുപേർ വന്ന് സിൻഡോയെ കൊണ്ടുപോകാൻ നോക്കിയെന്നും അതിലൊരുത്തന്റെ തലക്കടിച്ചിട്ട് സിൻഡോ ഓടിപ്പോയി എന്നും കാർത്തിക് മനസ്സിലാക്കി. പിന്നാലെ കുട്ടിയെ അവിടായിരുന്നു സിൻഡോ പൂട്ടിയിട്ടിരുന്നതെന്നും പെങ്ങളുടെ മകളാണ് എന്നാണ് ആ വൃദ്ധനോട് പറഞ്ഞിരുന്നത് എന്നും കാർത്തിക് മനസ്സിലാക്കുന്നുണ്ട്. സിൻഡോയെ കൊണ്ടുപോകാൻ വന്ന ആളുടെ കൂട്ടത്തിൽ ഇയാളുണ്ടോ എന്ന് ചോദിച്ച് കാർത്തിക് ഫോട്ടോ കാട്ടി. അത് ജയശങ്കറുടേതായിരുന്നു. ആ ഇയാള് തന്നെ. ഇയാളുടെ തലയ്ക്ക് അടി കിട്ടിയത് ശക്തിയായ അടിയായിരുന്നു എന്ന് വൃദ്ധൻ കാർത്തികിനെ അറിയിച്ചു. മറുവശത്ത് സജീവൻ ഒളിച്ചു താമസിക്കുന്ന വീട്ടിലേക്ക് ജയശങ്കറും വേണുവും എത്തുകയായിരുന്നു. ആരാ എന്ന് അകത്തുനിന്ന് അവൻ വിളിച്ചു ചോദിച്ചപ്പോ പുറത്തുനിന്ന് സിൻഡോ ആണെന്നും പട്ടാടിയിൽ നിന്നാണെന്നും കാശ് തന്നിട്ട് പോകാൻ വന്നതാ എന്നും വേണു പറഞ്ഞു. അതിൽ പന്തികേട് തോന്നി അവൻ പിൻവഴി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും പിന്നിൽ കാത്തു നിൽക്കുകയായിരുന്ന ജയശങ്കർ അവരെ പിടികൂടി. വളരെയധികം ഉപദ്രവിച്ച് അവർ ജയദേവനെ ചോദ്യം ചെയ്തു. പക്ഷേ ജയദേവൻ നിരപരാധിയാണ് എന്ന് ജയശങ്കറിന് പെട്ടെന്ന് തന്നെ ബോധ്യപ്പെട്ടു. പോലീസുകാരനായതുകൊണ്ട് തന്നെ കേസ് മുഴുവൻ പ്ലംബർ ജയദേവന്റെ തലയിൽ കൊണ്ടുവിടോ എന്ന് പേടിച്ചായിരുന്നു ജയദേവൻ അവരിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചത്. സിൻഡോയുമായും ആരുമായും അവന് പരിചയവും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം കേസിന്റെ അതുവരെയുള്ള ഫൈൻഡിങ്സ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കാർത്തിക് അവതരിപ്പിക്കുകയായിരുന്നു.
സംശയമുള്ള എല്ലാ പ്രതികളെപ്പറ്റിയും കാർത്തിക് വിശദീകരിച്ചു. കേസുമായി എല്ലാ ബന്ധവും വരുന്നത് സിൻഡോക്കാണെന്നും കാർത്തിക് പറയുന്നുണ്ട്. പിന്നാലെ തന്റെ രൂഹവും കാർത്തിക് വ്യക്തമാക്കി. സിൻഡോ JCB ഓപ്പറേറ്ററും ക്രെയിൻ ഓപ്പറേറ്ററും ഒക്കെയാണ്. ഒരുപക്ഷെ ഉത്സവം കഴിഞ്ഞ് ആളുകളൊക്കെ ഒഴിഞ്ഞ് പുലർച്ചെ സമയത്ത് രമ്യയെ കൊന്ന ശേഷം ചെറിയ തോതിലുള്ള ഹൈഡ്രോളിക് ക്രെയിനുമായി വന്ന് ബോഡി മട്ടുപാവിൽ വെച്ചതായിരിക്കാം എന്ന തരത്തിലായിരുന്നു അത്. ഇതുവരെ ഇല്ലാത്തൊരു ക്രെയിന്റെ കഥ ഇപ്പോ താൻ എവിടുന്ന് ആലോചിച്ചുകൊണ്ട് വന്നു? സീനിയർ ഉദ്യോഗസ്ഥൻ ചോദിച്ചു. ജയശങ്കർ തന്നെ പറഞ്ഞു പഠിപ്പിച്ചാണോ? ഇല്ല സാർ, കാർത്തിക് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സിൻഡോ സണ്ണിച്ചൻ അയാളെ താൻ തന്റെ വീട്ടിൽ കൊണ്ടുപോയി ക്രൂരമായി ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? ഇല്ല സാർ. പിന്നെ അതെങ്ങനെ ഇവരൊക്കെ അറിഞ്ഞു? മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. താൻ നെർവസ് ആവുമൊന്നും വേണ്ട, ചോദിച്ചെന്നേ ഉള്ളൂ. ഇല്ല സാർ, ഞാൻ നെർവസ് ഒന്നുമല്ല. ജയശങ്കറിന്റെ ജാമ്യം തീരാൻ 2 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ കേസ് തീർത്തില്ലെങ്കിൽ കേസ് കാർത്തികിന്റെ കൈവിട്ടു പോകും എന്നും ഉന്നത ഉദ്യോഗസ്ഥർ കാർത്തികിനോട് പറയുകയാണ്. അന്ന് രാത്രിയിൽ ജയശങ്കറിനൊരു കോൾ വന്നു. പ്രൈവറ്റ് നമ്പറിൽ നിന്നായിരുന്നു കോൾ. സാറേ, എനിക്ക് പേര് പറയാൻ പറ്റില്ല. സാർ അന്വേഷിക്കുന്ന സിൻഡോ ഇപ്പോ കാർത്തികിന്റെ വീട്ടിലുണ്ട്. നാളെ അവനെ കോടതിയിൽ ഹാജരാക്കും. സാറിനെതിരെ അവന്റെ മൊഴി അവനിപ്പോ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതും പറഞ്ഞ് കോൾ കട്ടായി. മറുവശത്ത് ഓഫായി പോയ ഫോൺ കാർത്തിക് ചാർജിൽ കുത്തിയിരിക്കുകയായിരുന്നു. നെറ്റ് ഓൺ ആയതും അതിലേക്ക് മെസ്സേജ് വന്നു. ബെന്നിയുടെ മെസ്സേജും ഉണ്ടായിരുന്നു. ബെന്നി പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മ വിളിച്ചതുകൊണ്ട് ആ മെസ്സേജ് മൊത്തമായി കേൾക്കാൻ പറ്റിയില്ല. അമ്മയോട് കാർത്തിക് സംസാരിച്ചു നിൽക്കെ പെട്ടെന്ന് വീട്ടിലെ പവർ ഓഫായി. പുറത്ത് ആരൊക്കെയോ ഓടുന്ന ശബ്ദവും കേട്ടു. ഫോണിന്റെ ക്യാമറയും തെളിച്ച് കാർത്തിക് പുറത്തെത്തി ചുറ്റിലും നോക്കുമ്പോ സിൻഡോയുടെ ഓട്ടോ കിടക്കുന്നുണ്ട്. പുറത്തൊരു വശത്തായി ഒരു പെട്ടിയും പെട്ടിക്കുള്ളിൽ അടിച്ചു കൊന്ന പോലെ സിൻഡോയുടെ മൃതശരീരം. കാർത്തിക് ഞെട്ടിത്തെരിച്ചു. തൊട്ട് പുറകെ സിൻഡോ എവിടെയാ എന്ന് ചോദിച്ച് ജയശങ്കറും എത്തിയിരുന്നു. ജയശങ്കർ ആയിരിക്കും സിൻഡോയെ കൊന്ന് അവിടെ കൊണ്ടിട്ടത് എന്നായിരുന്നു കാർത്തിക് ആദ്യമേ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിലേക്ക് ഫോൺ വിളിക്കാൻ കാർത്തിക് ശ്രമിച്ചു. ജയശങ്കർ പക്ഷേ കാർത്തികിനെ തടയാൻ ശ്രമിക്കുകയാണ്. മറുവശത്ത് അപ്പോഴേക്കും ജയശങ്കർ വിളിച്ച അജ്ഞാതൻ കൺട്രോൾ റൂമിലേക്കും DYSP ഉദയഭാനുവിനെയും വിളിച്ച് ഇതേ കാര്യം പറഞ്ഞിരുന്നു. ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ ജയശങ്കർ കാർത്തികിനുമേൽ മേൽക്കൈ നേടി. ശേഷം കാർത്തികിനോട് പറഞ്ഞു, നിനക്കെതിരെ മുഴുവൻ തെളിവും ഉണ്ടാക്കിയിട്ടായിരിക്കും അവൻ ഈ ബോഡി ഇവിടെ കൊണ്ടുവന്ന് വെച്ച്. എനിക്കെന്തറ കഴപ്പാണോ ഒരു പെണ്ണിനെ കൊന്ന് കെട്ടിത്തൂക്കി എന്റെ വീടിന്റെ മുകളിൽ വെക്കാൻ? അതുപോലെ ഇവനെ കൊന്ന് നിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിന്നെ കൊടുക്കാൻ? മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കടാ. അതും പറഞ്ഞ് ജയശങ്കർ കാർത്തികിനെ വിട്ടു. എല്ലാവർക്കും ഇഷ്ടം നമ്മൾ കുടുങ്ങുന്നത് കാണാനാണെന്നും നമ്മളെ നന്നായിട്ട് അറിയാവുന്ന ആരൊക്കെയോ നമ്മളെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇത് ചെയ്യുന്നതാണ് എന്നും ജയശങ്കർ പറയുന്നുണ്ടായിരുന്നു. സിൻഡോയെ കൊന്ന അന്വേഷണം തീർന്നല്ലോ, അതുകൊണ്ടുവന്ന് നിന്റെ പെടലേക്ക് വെച്ച ഈ അന്വേഷണത്തിൽ നിന്ന് നിന്നെ ഒഴിവാക്കാൻ പറ്റും. അതാണത് ചെയ്തവന്റെ ബുദ്ധി, ജയശങ്കർ പറഞ്ഞു. പിന്നാലെ ഇറങ്ങാൻ ജയശങ്കർ തയ്യാറെടുത്തു. ചെയ്യാത്ത കുറ്റത്തിന് വേട്ടയാടപ്പെടാൻ ചങ്കുറപ്പുണ്ടെങ്കിൽ തന്റെ കൂടെ വരാം എന്ന് പറഞ്ഞ് ജയശങ്കർ കാർത്തികിനെ വിളിച്ചു. കാർത്തികും ജയശങ്കറിനൊപ്പം പോവുകയാണ്. തലേദിവസം സ്റ്റേഷനിൽ നിന്നുവരെ മുതിർന്ന ഉദ്യോഗസ്ഥർ സിൻഡോയെ കാർത്തിക് പിടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ ക്രൂരമായി ചോദ്യം ചെയ്തിരുന്നോ എന്ന് ചോദിച്ചിരുന്നല്ലോ. മൊത്തത്തിൽ അതൊരു ട്രാപ്പാണ് എന്ന് കാർത്തികിനും തോന്നി. അവർ പോയതിന് പിന്നാലെ കാർത്തികിന്റെ വീട്ടിലേക്ക് പോലീസ് സംഘവും DYSP ഉദയഭാനുവും എത്തിച്ചേർന്നിരുന്നു. സിൻഡോ ഒരു കണക്ഷൻ പോയിന്റ് ആയിരുന്നു. ഇനി എന്തു ചെയ്യാനാ എന്ന് ജയശങ്കർ പറഞ്ഞുകൊണ്ടിരിക്കെ ബെന്നിയുടെ മെസ്സേജിന്റെ കാര്യം കാർത്തിക് ഓർത്തു. കാർത്തിക് ആ മെസ്സേജ് പ്ലേ ചെയ്യിപ്പിച്ചു. സാറേ, ഒരു വൈറ്റൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ അത് കൺഫേം ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ച പോലെ ആണെങ്കിൽ ജയശങ്കർ സാറിന്റെ കേസ് ഉടൻ ക്ലോസ് ചെയ്യാൻ പറ്റും. സാർ ഈ മെസ്സേജ് കേട്ടാലുടൻ എന്നെ വിളിക്കണേ. ബെന്നി എന്തായാലും വെറുതെ അങ്ങനെ ഒരു മെസ്സേജ് അയക്കില്ല എന്ന് കാർത്തികിന് ഉറപ്പുണ്ടായിരുന്നു. കാർത്തിക് അത് ജയശങ്കറോട് പറഞ്ഞു. അതോടെ ബെന്നിയെ ഫോണിൽ വിളിക്കാൻ കാർത്തിക് ശ്രമിച്ചെങ്കിലും കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതോടെ ബെന്നിയെ തിരക്കി പോവാൻ അവർ തീരുമാനിക്കുകയാണ്. പോലീസ് തങ്ങളെ അന്വേഷിച്ച് വരുന്നുണ്ടാകും എന്നുള്ളതുകൊണ്ട് തങ്ങളുടെ സിം കാർഡുകളും വണ്ടിയും ഉപേക്ഷിച്ച് ബസ്സിലായിരുന്നു അവർ ഇടുക്കിക്ക് പോയത്. ഒടുവിൽ അവർ ബെന്നിയുടെ വീട്ടിലെത്തിച്ചേർന്നു. അവിടെ നിന്നും പാസ്പോർട്ട് ഓഫീസിൽ ബെന്നി എന്ന് പോയിരുന്നെന്നും ജയശങ്കർ സാറിന്റെ കേസിന്റെ ആവശ്യത്തിന് പോയതെന്ന് തന്നോട് പറഞ്ഞെന്നും ബെന്നിയുടെ ഭാര്യ പറഞ്ഞു. രാത്രി എത്ര വൈകിട്ടും ബെന്നി അന്ന് വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. മൊത്തത്തിൽ ഒരു ദുരൂഹതയുണ്ടായിരുന്നു. അവരുടെ അടുത്തു നിന്നും ഉപയോഗിക്കാത്ത ഒരു ഫോണും സിം കാർഡും ജയശങ്കറും കാർത്തികും ചോദിച്ചു വാങ്ങി. അവിടുത്തെ വീട്ടിലെ കാറും എടുത്തു. പിറ്റേന്ന് പുലർച്ചെ തന്നെ അവരിരുവരും പാസ്പോർട്ട് ഓഫീസിലെത്തി. ബെന്നി പോയ അതേ പാസ്പോർട്ട് ഓഫീസിൽ ബെന്നിയുടെ ഫോട്ടോ കാണിച്ച് ബെന്നി തലേ ദിവസം എന്തിനാണ് അവിടെ വന്നത് എന്നവർ അന്വേഷിച്ചു. അവിടുത്തെ ഒരു സ്റ്റാഫിൽ നിന്ന് അവർക്ക് മറുപടി ലഭിച്ചു. കുറച്ചുപേരുടെ പേരുകൾ കൊണ്ട് അവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും ട്രാവൽ ഹിസ്റ്ററിയും ചോദിച്ച ബെന്നി ഇവിടെ വന്നത് അതിൽ പാസ്പോർട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് തങ്ങൾ കൊടുത്തെന്ന് റീജിയണൽ ഓഫീസിലെ സ്റ്റാഫ് പറഞ്ഞു. ആ ലിസ്റ്റ് അവർ കാർത്തികിനും കൈമാറി. 6 പേരുടെ ആ ലിസ്റ്റിൽ സിൻഡോയ്ക്കും അരുൺ ശിവദാസനും മാത്രമായിരുന്നു പാസ്പോർട്ട് ഉണ്ടായിരുന്നത്. സണ്ണിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത അപ്പോഴും മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പോലീസ് ഗ്രൂപ്പുകളിലൂടെ അത് പ്രചരിച്ചു തുടങ്ങിയിരുന്നേ ഉള്ളൂ. ASI വേണു വിളിച്ച് അക്കാര്യങ്ങൾ ജയശങ്കറോട് പറഞ്ഞു. പിന്നാലെ ബെന്നിയുടെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ 7:30-ക്കാണുള്ളതെന്നും താൻ സൈബർ സെൽ ഓഫീസിലുണ്ടെന്നും ലൊക്കേഷൻ സാറിന് അയക്കട്ടെ എന്നും വേണു ചോദിച്ചു. അയക്കാൻ ജയശങ്കർ മറുപടി പറഞ്ഞു.
പറഞ്ഞു. ആ ലൊക്കേഷനിലേക്ക് പിന്നാലെ കാർത്തികും ജയശങ്കറും പുറപ്പെടുകയാണ്. പോകുന്ന വഴി കാർത്തികിന് പരിചിതമുള്ളതായി തോന്നി. അവർ ചെന്നെത്തിയത് പഴയ ASI ശിവദാസന്റെ വീട്ടിലേക്കായിരുന്നു. അരുൺ ശിവദാസന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പോസ്റ്ററും അവിടെ ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറി ചെന്നിയവർ ASI ശിവദാസന്റെ സഹായിയായിട്ടുള്ള വ്യക്തിയോട് കാര്യങ്ങൾ ചോദിച്ചു. അയർലൻഡിൽ അരുണിന്റെ കൂടെ താമസിക്കുന്ന ഫിയാൻസിയായ പെണ്ണ വിളിച്ചു പറഞ്ഞത് അവിടെ മരണപ്പെട്ടുവെന്നും അവിടെ തന്നെ അടക്കം ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണെന്നും. അയാൾ അത് പറയുമ്പോ ശിവദാസൻ പൊട്ടിക്കരഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. കാർത്തികും ജയശങ്കറും ശിവദാസൻ അടുത്തു ചെന്ന് ആശ്വസിപ്പിച്ചു. തിരിച്ചു പോരാൻ നേരം സഹായിക്കടുത്ത് ബെന്നിയുടെ ഫോട്ടോ കാണിച്ച് ഇയാൾ ഇവിടെ വന്നിരുന്നു എന്ന് ചോദിച്ചു. ഇന്നലെ വന്നിരുന്നെന്നും മരിച്ചറിയിപ്പ് വന്ന് ആളുകൾ വന്നു തുടങ്ങുമ്പോഴാ വന്നതെന്നും എന്തായെന്ന് ഞാൻ ചോദിച്ചപ്പോ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയെന്നും സഹായി അവരോടായി പറഞ്ഞു. അവിടെ നിന്ന് അവർ ഇറങ്ങുമ്പോ വേണുവിന്റെ കോൾ വന്നിരുന്നു. സിൻഡോയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത ടിവിയിൽ വന്നു തുടങ്ങിയിരുന്നു. വേണുവിനെ വിളിക്കേണ്ടെന്ന് പറഞ്ഞ് ജയശങ്കർ ഫോൺ കട്ട് ചെയ്തു. മറുവശത്ത് വാർത്തകൾ കത്തിക്കയറാൻ തുടങ്ങിയിരുന്നു. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനും കേസിലെ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് കൂട്ടുപ്രതിയെ കൊലപ്പെടുത്തുക എന്ന തരത്തിലൊക്കെയായിരുന്നു വാർത്ത പ്രചരിച്ചത്. പ്രഷർ വന്ന SP എത്രയും വേഗം അവരെ അറസ്റ്റ് ചെയ്യണം എന്നുത്തരവിടുകയും ചെയ്തു. പിന്നാലെയാണ് ഹാരിസിന്റെ കോൾ കാർത്തികിന് വരുന്നത്. ട്രാവൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ 6 പേരുടെ ലിസ്റ്റും കാർത്തിക് ഹാരിസിന് കൊടുത്തിരുന്നു. അത് ചെക്ക് ചെയ്തിരുന്ന ഹാരിസ് അവരിൽ ആരും വിദേശത്ത് പോയിട്ടില്ല, അയർലൻഡിൽ മരിച്ചു എന്ന് പറയുന്ന അരുൺ ശിവദാസൻ അയർലൻഡിൽ പോയതിന്റെ ഒരു തെളിവും പാസ്പോർട്ടിലില്ല എന്ന കാര്യം വ്യക്തമാക്കി. എംബസിയിൽ അന്വേഷിച്ചപ്പോ അത്തരമൊരു മരണമേ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന വിവരവും ഹാരിസിന് ലഭിച്ചിരുന്നു. അതോടെ അവരുടെ സംശയം അരുൺ ശിവദാസനിലേക്ക് നീങ്ങുകയാണ്. വിവരം കിട്ടിയതും ജയശങ്കർ പറഞ്ഞു ബെന്നി പറഞ്ഞത് കറക്റ്റായിരുന്നു. വൈറ്റൽ എവിഡൻസ്. ബെന്നി അവസാനമായി പോയതും അയാളുടെ വീട്ടിലേക്കാണ്, ശിവദാസന്റെ വീട്ടിലേക്ക്. അതോടെ അന്ന് രാത്രിക്ക് രാത്രി തന്നെ കാർത്തികും ജയശങ്കറും ശിവദാസന്റെ വീട്ടിലേക്ക് ചെന്നു. വാതിൽ മുട്ടി വാതിൽ തുറന്ന ശിവദാസൻ മകൻ മരിച്ച രീതിയിൽ കരഞ്ഞഭിനയിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞിരുന്ന അവരിരുവരും ശിവദാസനെ ആക്രമിച്ചു. മോൻ എവിടെയാന്ന് പറയടോ എന്ന് പറഞ്ഞു ചോദിച്ചു. തന്തേ മോനും കൂടി കളിക്കുന്ന കളിയാണെന്ന് മനസ്സിലാക്കി തന്നെയാ വന്നേ എന്ന് പറഞ്ഞ് കാർത്തിക് ശിവദാസന് മേൽ ക്ഷോഭിച്ചു കയറുന്നുമുണ്ട്. അതോടെ കൈകൂപ്പി ദേഹത്തുള്ള പിടിയുടിപ്പിച്ച് ശിവദാസൻ അടുത്തുള്ള മുറിയിലേക്ക് നടക്കുകയാണ്. ഇതേ സമയം മുകൾ വശത്ത് എന്തോ മറിഞ്ഞു വീഴുന്ന ശബ്ദം കാർത്തിക് കേട്ടിരുന്നു. ശിവദാസന്റെ പുറകെ ജയശങ്കർ പോയപ്പോ കാർത്തിക് മുകൾ നിലയിലേക്ക് കയറി ചെന്നു. അവിടെ ഉള്ളിലെ ഒരു മുറിയിലേക്ക് കയറി ചെന്ന് ജയശങ്കർ കണ്ടത് ഒരു കട്ടിലിനുമേൽ മാലയിട്ട് വെച്ചിരിക്കുന്ന ഭാര്യയുടെയും ശിവദാസന്റെ മകൻ അരുണിന്റെയും ചിത്രങ്ങളായിരുന്നു. വല്ലാത്തൊരു ഭാവത്തിൽ ശിവദാസനും അവിടെ ഉണ്ടായിരുന്നു. ശിവദാസന്റെ ഓർമ്മകൾ പഴയകാലത്തിലേക്ക് പോയി. അന്ന് സിൻഡോയെയും ശിവദാസന്റെ മകനെയും അടക്കം CI ജയശങ്കറും മറ്റും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ദിവസം ഏവരെയും CI നല്ല രീതിയിൽ ചൂരലുകൊണ്ട് തല്ലിയിരുന്നു. ശിവദാസന്റെ മകനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് ശിവദാസൻ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. തന്റെ മകനാണെന്നും മകനെ ഇതുവരെ തല്ലിയിട്ടില്ല, തല്ലരുതെന്നുമൊക്കെ ശിവദാസൻ CIയോട് അപേക്ഷിച്ചു. പക്ഷേ പോലീസുകാരായ സഹപ്രവർത്തകരെ കെട്ടിയിട്ട് തല്ലിയതിൽ വലിയ രോഷം കൊണ്ടിരുന്ന ജയശങ്കർ ആകട്ടെ ശിവദാസന്റെ മകനെ വീണ്ടും തല്ലുകയാണ്. ഒടുവിൽ ശിവദാസൻ അലറിയപ്പോ ജയശങ്കർ ഒന്ന് നിർത്തി. ചൂരല് ശിവദാസന്റെ കയ്യിൽ കൊടുത്ത് മോനെ തല്ലാൻ പറഞ്ഞു. ശിവദാസൻ വേണ്ടെന്നാവത് പറഞ്ഞെങ്കിലും ജയശങ്കർ ചെവികൊണ്ടില്ല. മക്കളെ തല്ലി പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ശിവദാസനോട് ജയശങ്കർ തല്ലുവാൻ തന്നെ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ കേസ് ചാർജ് ചെയ്ത് 2 കൊല്ലം മറ്റുള്ളവർക്കൊപ്പം അവനെയും ജയിലിലിടും എന്ന് ജയശങ്കർ ശിവദാസനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതോടെ ശിവദാസൻ മറ്റു വഴികളില്ലാതെ മകനെ തല്ലാൻ തുടങ്ങി. ഭാര്യയുടെ മരണശേഷം പൊന്നുപോലെ നോക്കിയിരുന്ന മകൻ, ഒരിക്കൽ പോലും തല്ലാതെ വളർത്തിയ മകൻ, ആ മകനെ തല്ലുമ്പോ വല്ലാത്തൊരു രോഷവും ദേഷ്യവും ശിവദാസന് വന്നിരുന്നു. ജയശങ്കർ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടായിരുന്നു വളരെ ക്രൂരമായി ശിവദാസൻ മകനെ തല്ലിയത്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടി ഇതൊക്കെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അന്നു മുതൽ ശിവദാസന്റെ മകന് ശിവദാസനോട് വല്ലാത്തൊരു ദേഷ്യം വന്നു. ആ പെൺകുട്ടി അവന്റെ കാമുകിയായിരുന്നു. അവളുടെ മുമ്പിൽ വെച്ച് അച്ഛൻ തല്ലിയതായിരുന്നു അവനെ ഏറെ വേദനിപ്പിച്ചത്. ശിവദാസനോട് അവൻ സംസാരിക്കാതായി. മകന്റെ ദേഷ്യവും പിണക്കവും ശിവദാസനെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. ഒരിക്കൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശിവദാസൻ കണ്ടത് ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന മകനെയാണ്. അയാൾ അലറി പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. വല്ലാത്തൊരു വേദനയും ദുഃഖവുമൊക്കെ അയാളുടെ ഉള്ളിൽ വന്നു. മകന്റെ മരണവിവരം അയാൾ പുറത്തറിയിച്ചില്ല. വീട്ടിലെ സഹായിക്കൊപ്പം മകന്റെ മൃതശരീരം അന്ന് അവർ നിന്നിരുന്ന ആ മുറിയിൽ തന്നെ ശിവദാസൻ അടക്കം ചെയ്തു. വല്ലാത്തൊരു മാനസികാവസ്ഥ അന്ന് ശിവദാസനിൽ പ്രകടമായിരുന്നു. അത്രയും ആലോചിച്ചു കഴിഞ്ഞതും തോക്കെടുത്ത് ശിവദാസൻ എഴുന്നേറ്റിരുന്നു. തോക്കെടുത്ത് തന്റെ തലയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ജയശങ്കർ
ജയശങ്കർ നോക്കി ശിവദാസൻ പറഞ്ഞു, നീ ജയിക്കില്ലടാ, എല്ലാ തെളിവുകളും നിനക്കെതിരാണ്, ചത്താലും ഞാൻ ജയിലിൽ പോവുകയുമില്ല. ഇതേ സമയം മറുവശത്ത് മുകളിലെ അനക്കം കേട്ട് നോക്കാൻ പോയ കാർത്തിക് അവിടെ ഉണ്ടായിരുന്ന ശിവദാസന്റെ സഹായിയെ കണ്ടു. സഹായി കാർത്തികിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചു. സ്വന്തം തലയിലേക്ക് തോക്ക് ചൂണ്ടി നിന്ന ശിവദാസനോട് ജയശങ്കർ പറഞ്ഞു, എനിക്ക് ജയിലിൽ പോവാൻ മടിയില്ലടാ, നീ ചാവുമെങ്കിൽ ചാവ്. ട്രിഗർ അമർത്ത്. ശിവദാസൻ അതോടെ തോക്ക് ജയശങ്കറുടെ നേരെ നീട്ടി. ജയശങ്കർ ശിവദാസനെ കടന്നാക്രമിച്ചു. പിന്നെ നടന്നത് ഫൈറ്റായിരുന്നു. ശിവദാസനും ജയശങ്കറും ഏറ്റുമുട്ടുമ്പോ മറുവശത്ത് സഹായിയും കാർത്തികും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. ഏറ്റുമുട്ടലിനിടയിൽ അവിടുത്തെ ഒരു വാതിൽ തുറന്നപ്പോ ബെന്നിയെ ബന്ധനസ്ഥനാക്കി കെട്ടിയിട്ടിരിക്കുന്നത് കാർത്തിക് കാണുന്നുമുണ്ട്. സഹായിക്കെതിരെ ആക്രമണം നടത്തിയ കാർത്തിക് സഹായിയെ അടിച്ചു വീഴ്ത്തി. പിന്നാലെ ബെന്നിയെ മോചിപ്പിച്ചു. അപ്പോഴേക്കും താഴെ ജയശങ്കറിന് മേൽ മേൽക്കൈ നേടിയ ശിവദാസൻ ജയശങ്കറുടെ കഴുത്തിൽ കുരുക്കിട്ട് ജയശങ്കറെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ഭാഗ്യവശാൽ കൃത്യസമയം കാർത്തികിന് അങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചു. പിന്നീട് കാർത്തികും ജയശങ്കറും കൂടി ശിവദാസനെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇതിനിടയിൽ മകന്റെ ചിത്രത്തിന്റെ ചില്ല് പൊട്ടിയപ്പോ വല്ലാത്തൊരു ഭാവത്തോടെ അയാൾ ആ ചിത്രം ചേർത്തു പിടിച്ചു. മകന്റെ വസ്ത്രങ്ങളൊക്കെ ചേർത്തു പിടിച്ചിരുന്ന് കരയാൻ തുടങ്ങി. കാര്യങ്ങളിൽ ഏറെക്കുറെ ജയശങ്കറിന് അപ്പോഴേക്കും വ്യക്തമായി കഴിഞ്ഞിരുന്നു. തന്റെ മകൻ മരിച്ചത് ജയശങ്കർ കാരണമാണ് എന്നായിരുന്നു ശിവദാസൻ വിശ്വസിച്ചിരുന്നത്. വല്ലാത്തൊരു മാനസികാവസ്ഥ ജയശങ്കറിനെതിരെ പ്രതികാരം ചെയ്യണമെന്നൊരു മനസ്ഥിതിയിലേക്ക് അയാളെ മാറ്റി. 3.5 വർഷത്തോളം കാത്തിരുന്ന ശേഷമായിരുന്നു ജയശങ്കറുടെ ഭാര്യയെ കൊലപ്പെടുത്താൻ ജോഷിക്ക് അയാൾ കൊട്ടേഷൻ കൊടുത്തത്. പക്ഷേ ജയിലിലായതും ജോഷി പറഞ്ഞ തുകയിൽ നിന്ന് അധികമായി വീണ്ടും വീണ്ടും പണം ശിവദാസനിൽ നിന്ന് വാങ്ങിക്കൊണ്ടേയിരുന്നു. മാത്രമല്ല ശിവദാസനാണ് കൊട്ടേഷൻ തന്നതെന്നുള്ള കാര്യം ജോഷി ഭാര്യയോട് പറഞ്ഞു എന്ന വിവരവും ശിവദാസൻ ജോഷിയിൽ നിന്ന് തന്നെ അറിഞ്ഞിരുന്നു. ശിവദാസൻ വീണ്ടും പണം കൊടുത്തുകൊണ്ടിരുന്നു. ആ ഒരു സമയത്താണ് സ്റ്റേഷനിൽ വന്ന വർഗീസിനോട് രമ്യയും ജയശങ്കറും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ജയശങ്കറിനോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് രഘു പറയുന്നത്. വർഗീസും ശിവദാസനും പരിചയക്കാരായിരുന്നു. വർഗീസ് വഴി ശിവദാസനും അതേ വിവരം അറിഞ്ഞു. രമ്യയും ജയശങ്കറും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ വൈകാതെ ജയശങ്കർ താൻ അതിൽ ഇൻവോൾവ് ആണ് എന്ന വിവരമറിയും എന്ന് ശിവദാസൻ സംശയിച്ചു. അതോടെയാണ് കൃത്യമായി പ്ലാൻ ചെയ്ത് രമ്യയെ വകവരുത്താൻ ശിവദാസൻ തീരുമാനിക്കുന്നത്. പരിചയക്കാരൻ കൂടിയായ സിൻഡോയെ വിളിച്ച് ഓട്ടോയുമായി ജയശങ്കർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് രമ്യയെ വിളിച്ചുകൊണ്ടുവരാൻ അന്നത്തെ ദിവസം ശിവദാസൻ പറഞ്ഞയച്ചു. പണം വാങ്ങി പ്രശ്നം പരിഹരിക്കാൻ എന്ന വട്ടിലാണ് എന്നായിരുന്നു സിൻഡോ രമ്യയോട് പറഞ്ഞത്. പ്രതീക്ഷയോടെ രമ്യ സിൻഡോയുടെ ഓട്ടോയിൽ കയറി ജയശങ്കറിന്റെ വീട്ടിലെത്തി. അപ്പോഴാണ് രമ്യയെ പ്രശാന്ത് കാണുന്നത്. സിൻഡോ തന്നെ വീട്ടിൽ കോളിംഗ് ബെല്ലടിച്ചു. ജയശങ്കർ ഇല്ലെന്ന് അവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. പിന്നാലെ സിൻഡോ രമ്യയുടെ അടുത്ത് ചെന്ന് തന്റെ ഫോണിലെ ചാർജ് തീർന്നു, സാറിനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് രമ്യയുടെ ഫോൺ വാങ്ങി. ഫോൺ വിളിക്കാൻ എന്ന വണ്ണം സിൻഡോ കുറച്ചു മാറി. അവിടെ എത്തിയതിന് പിന്നാലെ രമ്യയുടെ ഫോണിലെ സിമ്മ് അവൻ ഊരിമാറ്റി. ജയശങ്കർ ഇല്ലാത്ത സമയം നോക്കി രമ്യയെ അവിടെ എത്തിച്ചതും ഫോൺ വാങ്ങി സിമ്മ് ഊരിമാറ്റിയതും ജയശങ്കറിനെതിരെയുള്ള തെളിവ് കുരുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. രമ്യയുടെ അവസാന ടവർ ലൊക്കേഷൻ ആ വീടാക്കുവാൻ വേണ്ടി. ശേഷം രമ്യക്കടുത്തേക്ക് തിരിച്ചെത്തിയ അവൻ സാറും ചേച്ചിയും തറവാട് വീട്ടിലാ ഉള്ളത്, ഇവിടെ അടുത്ത, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് രമ്യയെ വിശ്വസിപ്പിച്ചു. ചേപ്പനംതോട്ടയ്ക്ക് അടുത്ത് തന്നെ ശിവദാസന്റെ പരിചയക്കാരന്റെ വീട് വിൽക്കാനിട്ടിരുന്നു. 2 ദിവസത്തേക്ക് താമസിക്കാൻ എന്ന് പറഞ്ഞ് അയാൾ ആ വീടെടുത്തു. അങ്ങോട്ടേക്കായിരുന്നു സിൻഡോ രമ്യയുമായി എത്തിയത്. സാറകത്തുണ്ട്, പണം കൊടുത്തു, മോളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സിൻഡോ പുറത്തു നിന്നു. രമ്യ അകത്തെത്തിയതും ശിവദാസൻ സാർ അകത്തുണ്ട്, അകത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് രമ്യയെ പറഞ്ഞയച്ചു. പണവും എടുത്തോ എന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിച്ച് രമ്യ അകത്തേക്ക് കയറി. അകത്തുണ്ടായിരുന്നത് ശിവദാസന്റെ സഹായിയായിരുന്നു. ശിവദാസൻ രമ്യ അകത്തെത്തിയതും അകത്ത് കയറി വാതിലടച്ചു. രമ്യ ഭയന്ന് കരയാൻ തുടങ്ങി. ക്രൂരമായ ഭാവത്തിൽ ശിവദാസൻ പറഞ്ഞു, നിന്റെ ഭർത്താവിന് 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊട്ടേഷൻ കൊടുത്തതാ, എന്നിട്ട് ജയിലിലായെന്ന് പറഞ്ഞ് അവൻ പിന്നെയും പണം വാങ്ങി. മാത്രമല്ല ആരോടും പറയരുതെന്ന് പറഞ്ഞ രഹസ്യം അവൻ നിന്നോട് പറഞ്ഞു. നിന്റെ കെട്ടിയോന്റെ ആർത്തിയ എന്നെ കൊണ്ടിതിപ്പോ ചെയ്യിപ്പിക്കുന്നത്. അലറിപ്പറഞ്ഞ ശിവദാസൻ സഹായിയുടെ സഹായത്തോടെ അവിടെ വെച്ച് രമ്യയെ കൊലപ്പെടുത്തി. ശബ്ദം കേട്ട് കരഞ്ഞ് രമ്യയുടെ മകളെ സിൻഡോ വാപുത്തി മാറ്റുകയായിരുന്നു. അന്ന് രാത്രിക്ക് രാത്രി തന്നെ ക്രെയിൻ ഓപ്പറേറ്ററായ സിൻഡോയുടെ സഹായത്തോടെ ഉത്സവമൊഴിഞ്ഞ് ആരുമില്ലാത്ത സമയം നോക്കി ബോഡി ജയശങ്കറിന്റെ വീടിന്റെ മട്ടുപ്പാവിൽ വെച്ചു. എല്ലാ തെളിവുകളും ജയശങ്കറിനെതിരാക്കി ജയശങ്കറിന് കൊടുക്കുവാനുള്ള മുൻ പോലീസുകാരൻ ശിവദാസന്റെ ബുദ്ധിയായിരുന്നു അത്. പക്ഷേ കാര്യങ്ങൾ ചെറിയ രീതിയിലെങ്കിലും പാളിയത് ഭയന്നിരുന്ന സിൻഡോ കൊച്ചിനെ ഇറക്കിവിട്ടപ്പോഴാണ്. അതിന്റെ പേരിൽ ശിവദാസനും സിൻഡോയും ശിവദാസന്റെ വീട്ടിൽ വെച്ച് ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. തനിക്കിനിയും പണം വേണം എന്ന് പറഞ്ഞ സിൻഡോ ശിവദാസനെ ഭീഷണിപ്പെടുത്തി. സിൻഡോ തനിക്കൊരു ബാധ്യതയാകും എന്ന് ചിന്തിച്ച ശിവദാസൻ സിൻഡോയെയും വകവരുത്തുകയായിരുന്നു. പിന്നാലെ സഹായിയുടെ സഹായത്തോടെ ഓട്ടോയും സിൻഡോയുടെ മൃതശരീരവും കാർത്തികിന്റെ വീടിന്റെ പരിസരത്തെത്തിച്ചു. ജയശങ്കറിനോട് വൈരാഗ്യമുള്ളവരെയൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് നടത്തിയ പൂർണ്ണമായ ഒരു കൊലപാതകം. രഘുവിന്റെ വീട്ടിലെ തുരുമ്പ് പിടിച്ചു കിടന്ന ഓട്ടോറിക്ഷയുടെ നമ്പർ വരെ അതിനുവേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. കേസ് അങ്ങനെ തെളിയിക്കപ്പെട്ടു.
രക്ഷപ്പെട്ടു. വീടിനുള്ളിൽ കുഴിച്ചിട്ട് ശിവദാസന്റെ മകന്റെ അസ്ഥികൾ പോലീസ് കണ്ടെടുത്തു. ആത്മഹത്യ ചെയ്ത മകന്റെ മരണം എന്തിനു മറച്ചുവെച്ചു എന്ന പോലീസിന്റെ ചോദ്യത്തിന് അപ്പോൾ അങ്ങനെ തോന്നിയെന്ന് മാത്രമായിരുന്നു ശിവദാസൻ മറുപടി പറഞ്ഞത്. ബെന്നി അന്വേഷിച്ചെത്തി. ബെന്നിയുടെ മൊബൈൽ ലൊക്കേഷൻ വെച്ച് പോലീസ് വരും എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയായിരുന്നു അത്രനാൾ മറച്ചുവെച്ച മകന്റെ മരണവാർത്ത മറ്റൊരു തരത്തിൽ അയാൾ പുറത്തുവിട്ടത്. അതോടെ അയാളോട് സഹതാപം തോന്നി പോലീസ് തിരിച്ചുപോകും എന്നയാൾ പ്രതീക്ഷിച്ചിരുന്നു. വൈകാതെ കൃത്യമായ തെളിവുകളോടെ ശിവദാസൻ പിടികൂടപ്പെട്ടു. ശിവദാസനെയും സഹായിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഥ പറയുകയായിരുന്നു ഉദയഭാനു. തുടർന്നു പറഞ്ഞു, പോലീസിൽ തന്നെയുണ്ടായിരുന്ന ക്രിമിനൽ ഒരു പോലീസുകാരനെ വേട്ടയാടിയ ഈ കഥ ഞാനിവിടെ പറഞ്ഞവസാനിപ്പിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ കേസ് സ്റ്റോറിയിൽ ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരാളെ പറ്റിയാണ്. പിന്നീട് അന്നത്തെ എപ്പിസോഡ് എയർ ചെയ്യപ്പെട്ട ദിവസം ടിവിയിൽ ഉദയഭാനു അത് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്തു ചെല്ലുമ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത്. ഉദയഭാനുവിനെ ആരോ കൊലപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. കേസ് അന്വേഷിക്കുവാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് CI ആയി പ്രൊമോഷൻ നേടിയ കാർത്തികായിരുന്നു. പിന്നാലെ DYSP ആയി മാറിയ ജയശങ്കറും അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. കേസ് അന്വേഷിക്കാനായി അവർ ഒന്നിച്ച് മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു രണ്ടാം ഭാഗത്തിനുള്ള സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കുറ്റാന്വേഷണ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.